തിരുവിതാംകൂറിന് ഇന്ന് കാണുന്ന തലസ്ഥാന നാഗരികത നൽകി തിരുവനന്തപുരമാക്കിയതിൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഗീത വിദ്യാലയം. 1939 സ്ഥാപിതമായ ഈ കലാലയം ആദ്യം ദി മ്യൂസിക് അക്കാദമി എന്നായിരുന്നു നാമകരണം ചെയ്യപ്പെട്ടത്. എന്നാൽ 1962 സ്വാതി തിരുനാൾ കോളേജ് ഓഫ് മ്യൂസിക് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. നേരത്തെ ഈ സ്ഥാപനത്തിൻ്റെ ഭരണം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ആദ്യത്തെ പ്രിൻസിപ്പാലായിരുന്ന മുത്തയ്യ ഭാഗവതർ, ശമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ തുടങ്ങിയ പ്രമുഖ സംഗീതജ്ഞർ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പാൾമാരായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഡോക്ടർ KJ യേശുദാസ് അടക്കം മഹാസംഗീതജ്ഞരെ, മഹാഗായകരെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച കലാലയം. കർണാടക സംഗീതജ്ഞൻ നെയ്യാറ്റിങ്കര വാസുദേവൻ, മലയാള സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്റർ, സംഗീത സംവിധായകൻ ശ്രീ MG രാധാകൃഷ്ണൻ, ഡോക്ടർ K ഓമനക്കുട്ടി, പുതുതലമുറയിലെ ഗായകൻ നജീം അർഷാദ്, അങ്ങനെ ഒട്ടേറെ പ്രഗത്ഭർ ഈ സംഗീത വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. മഹാരാജ ശ്രീ സ്വാതി തിരുനാൾ കൃതികളെ ജനപ്രിയമാക്കുക എന്നതായിരുന്നു ഈ സംരംഭത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. തലസ്ഥാന നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം ദക്ഷിണേന്ത്യയിലെ അഭിമാനകരവും സംഗീതം നന്നായി കൈകാര്യം ചെയ്യപ്പെടുന്നതുമായ സംഗീത സ്ഥാപനങ്ങളിൽ ഒന്നാണ്.